വീക്ക്ലി ട്വൈസ് ആണ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ധാത്രിയുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഹെയറിലും കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഞാൻ ഹെയർ കുറച്ച് പോർഷൻസ് ആക്കി മാറ്റിയിട്ട് ഓരോ പോർഷനായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. എന്നിട്ട് ചെറിയ മസാജിങ് കൂടെ കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഹെയറിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നമുക്ക് ഈ ഹെയർ ഫോൾ കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും മെയിനായിട്ട് വരുന്നത് ഈ മസാജിങ് ആണേ. നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ ഹെയർ എല്ലാം കൂടെ കെട്ടി ഒരു ഹാഫ് ആൻ അവർ വെച്ചേക്കണം. എന്നിട്ടാണ് ഞാൻ ഷോസ്കോഫിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നത്. ഏത് ഷാമ്പൂ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ ഇതൊരു ബ്രഷ് ഉണ്ട്, അത് വേണമെങ്കിൽ ആമസോണിൽ മേടിക്കാം. കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയിലുള്ള ജടകളൊക്കെ വേണമെങ്കിൽ കളയാം. നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ, അതെല്ലാം ഈ ഫിംഗർ വെച്ചിട്ടിങ്ങനെ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് കണ്ടോ ഇതുപോലെ 75% വാഷ് ചെയ്തിട്ട് കണ്ടീഷണറും 25% ഹെയറിൽ തന്നെ ഉണ്ടായിരിക്കണം, എങ്കിലാണ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ടവൽ വെച്ച് സ്ക്വീസ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നന്നായിട്ട് തോർത്തണ്ട, ഇതുപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുക. ഇനി ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ വെച്ചൊന്ന് കുടയുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഹെയറിനുണ്ടാവുക. നന്നായിട്ടിരിക്കുവാണേ, ഒട്ടും ജടയൊന്നുമില്ല, നല്ല വൃത്തിക്കിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒന്നുകൂടെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ സിറം കിട്ടും കണ്ടോ. ഈ ഒരു ഹെയർ സിറം മേടിക്കുക. 225 എന്തോ ഉള്ളൂ, ആമസോണിൽ കിട്ടും. നല്ല ഹെയർ സിറമാണ്, നല്ല റിവ്യൂസാണ് കൊടുത്തേക്കുന്നത്. അത് കണ്ടിട്ട് മേടിച്ചതാണ്, പക്ഷെ നല്ലതാണ്. അങ്ങനെ ആ ഹെയർ സിറം ഇട്ടിട്ടും ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് എല്ലാ ഹെയറിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. കണ്ടോ നല്ല സ്മൂത്തായിട്ട് കിടക്കും. ഞാൻ വീക്ക്ലി ട്വൈസ് ആണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇനി ഒരുപാട് ഫ്രെസ്സിയും അങ്ങനെ ഹെയർ പൊട്ടിപ്പോകുന്നു അങ്ങനെയൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളിങ്ങനെയാണോ ഹെയർ കെയർ ചെയ്യുന്നതും കൂടെ പറയണേ.